നിലമ്പൂരിൽ വിധി നിർണയിച്ചത് ഭരണവിരുദ്ധ വികാരവും പി വി അൻവർ പിടിച്ച വോട്ടുകളുമാണ്. മണ്ഡലത്തിന്റെ മനസ്സിലിരിപ്പ് തിരിച്ചറിയുന്നതിൽ CPIM പരാജയപ്പെട്ടു. മികച്ച സ്ഥാനാർത്ഥി പി വി അൻവർ പിടിക്കുന്ന UDF വോട്ടുകൾ, ആര്യാടൻ ഷൗക്കത്തിനോട് ലീഗിന് പിണക്കം, അന്തരിച്ച VV പ്രകാശിന്റെ സുഹൃത്തുക്കളുടെ വോട്ട്, AP സുന്നി വിഭാഗത്തിന്റെ പിന്തുണ, ഇവയൊക്കെ മതി പാട്ടും പാടി ജയിക്കാനെന്ന് CPIM മനപ്പായസമുണ്ടു. ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടും M സ്വരാജിനെ വിജയിപ്പിക്കാൻ CPIM-നായില്ല. ബൂത്തുതല കണക്കുകളും അവലോകനങ്ങളും CPIM പതിവ് പോലെ നടത്തി. ഉറപ്പുള്ള വോട്ട് മാത്രം കണക്കാക്കി ബ്രാഞ്ച് സെക്രട്ടറിമാർ 2000 വോട്ടിന് മേൽ സ്വരാജ് ജയിക്കുമെന്ന കണക്കും തയ്യാറാക്കി. മന്ത്രിമാരും MLA-മാരും ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നേതാക്കൾ വോട്ടർമാരെ പലവട്ടം നേരിൽ കണ്ടു. പക്ഷേ CPIM-ന്റെ കണക്കുകൂട്ടൽ തെറ്റി. മറുവശത്ത് കോൺഗ്രസും ലീഗും മുമ്പില്ലാത്ത വിധം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. ഇവരുടെ മുൻകൈയിൽ വോട്ടർ പട്ടികയിൽ പുതുതായി ചേർത്തത് 8000-ഓളം പേരെയാണ്. കേരളത്തിന് പുറത്തുള്ള നിലമ്പൂർ മണ്ഡലക്കാരായ 4300 പേരുടെ പട്ടിക തയ്യാറാക്കി. ഇതിൽ 70% പേരെ ബൂത്തിലെത്തിച്ചു. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിച്ചു. CPIM-ന് RSS ബന്ധം ആരോപിച്ചു. MV ഗോവിന്ദന്റെ പരാമർശം UDF ആരോപണത്തിന് അടിവരയിട്ടു. PV അൻവറിനെ LDF-ഉം UDF-ഉം തള്ളിക്കളഞ്ഞെങ്കിലും കരുത്തു തെളിയിക്കാൻ അദ്ദേഹത്തിനായി. മത്സരിക്കണമോ വേണ്ടയോ എന്ന് അവസാന നിമിഷം വരെ ആലോചിച്ചിരുന്ന NDA-ക്ക് മണ്ഡലത്തിൽ കാര്യമായ വളർച്ചയില്ലെന്നും ജനവിധി വ്യക്തമാക്കുന്നു. ഇലക്ഷൻ ഡെസ്ക് 24.